ഞാൻ നിൽക്കാൻ പോകുന്ന ടോപ്പിക് ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇഫക്റ്റ് ഉണ്ട്. ഹോൾ ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കറൻറ്റിൻ്റെ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഇലക്ട്രിക് കണ്ടക്ടറിൽ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡിഫറൻസിനെയാണ് ഹോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റിനെയാണ് ഹോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡിഫറൻസിനെ പറയുന്നതാണ് ഹോൾ ഇഫക്റ്റ് എന്ന്. ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് എഡ്വിൻ ഹോൾ ആണ് ഇൻ 1879. ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ EMF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ മെയിൻലി യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ EMF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യണത്. പിന്നെ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് പോസിബിൾ. ഡയറക്റ്റായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനലോഗും ഡിജിറ്റൽ മീറ്റേഴ്സും യൂസ് ചെയ്തിട്ട് ഈസിലി മെഷർ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനലോഗും ഡിജിറ്റൽ മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഈസിലി ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ ഇഫക്റ്റ് is used as a Hall voltage is used as a working principle of the Hall effect transducer. അപ്പോൾ ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹോൾ വോൾട്ടേജ് ആണ്. ഈ ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ മെയിൻലി യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ കറൻറ്റ് മെഷർ ചെയ്യാനുമായിട്ടാണ് ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ മെയിൻലി യൂസ് ചെയ്യുന്നത്. The metal and semiconductor has the property of Hall effect which depends on the densities and the mobility of the electrons. സാധാരണ ഹോൾ ഇഫക്റ്റ് പ്രോപ്പർട്ടി ഉള്ള കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ, മെറ്റൽ, ഇതിനൊക്കെയാണ് ഹോൾ ഇഫക്റ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പോൾ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റീനെയും അതുപോലെ തന്നെ മൊബിലിറ്റീനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിൻ സ്ട്രിപ്പ് ഓഫ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് സ്ട്രെയിറ്റ് ലൈനിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു തിൻ സ്ട്രിപ്പ് ഓഫ് കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനിൽ ഫ്ലോ ചെയ്യും. ഇലക്ട്രോൺസ് സ്ട്രെയിറ്റ് ലൈനിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെ ആ കണ്ടക്ടർ എന്തായി മാറും? ചാർജ്ഡ് കണ്ടക്ടറാവും. അതിലേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രോൺസ് എന്താവും? ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ആ ഒരു കണ്ടക്ടറിൻ്റെ ഒരു സൈഡിലും കുറച്ച് ഇലക്ട്രോൺസ് കണ്ടക്ടറിൻ്റെ വേറൊരു സൈഡിലും കൂടിയിട്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് സൈഡിലും കുറച്ച് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്തിട്ട് ആ ഒരു കണ്ടക്ടറിൻ്റെ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇങ്ങനെ പോസിറ്റീവ് ചാർജായിട്ടും നെഗറ്റീവ് ചാർജായിട്ടും കണ്ടക്ടർ ബിഹേവ് ചെയ്യുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അവിടെ അവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ ഒരു വോൾട്ടേജിനെയാണ് ഹോൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഈ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അത് എപ്പോൾ വരിക? till a balance is achieved between the force applied on charged particles due to an electric field and the force that caused magnetic flux that caused this change. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് കാരണമാക്കിയിട്ടുള്ള ഒരു ഫോഴ്സും അതുപോലെ തന്നെ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സും ആ ഒരു ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നവരെ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും.
ഈ ഒരു സെപ്പറേഷൻ ഓരോ സൈഡിലോട്ട് മൂവ് ചെയ്യാണല്ലോ ചെയ്യുന്നത് ഈ ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിൽക്കുന്നത് എപ്പോഴാണ്? The Hall voltage value at that instant gives the measure of magnetic flux density. ഈ ഒരു സെപ്പറേഷൻ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. ഈ ഒരു റിലേഷൻ, ഈ ഹോൾ വോൾട്ടേജും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഹോൾ ഇഫക്റ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് രണ്ട് ടൈപ്പായിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് ലീനിയർ ട്രാൻസ്ഡ്യൂസർ, ഒന്ന് ത്രെഷോൾഡ് ട്രാൻസ്ഡ്യൂസർ. ലീനിയർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ലീനിയർലി റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയോട് ലീനിയർലി റിലേറ്റഡ് ആയിരിക്കും. ത്രെഷോൾഡ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? നല്ലോണം കുറയും. ഔട്ട്പുട്ടായിട്ടുള്ള വോൾട്ടേജ് നല്ലോണം കുറയും. അപ്ലിക്കേഷൻസ് ഓഫ് ഹോൾ ഇഫക്റ്റ് സെൻസർ എന്ന് പറയുന്നത് വെൻ കമ്പൈൻഡ് വിത്ത് ത്രെഷോൾഡ് ഡിറ്റക്ഷൻ ദേ ആക്ട് ആസ് സ്വിച്ച്. ത്രെഷോൾഡ് ഡിറ്റക്ഷനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. ദേ ആർ യൂസ്ഡ് ഇൻ അൾട്രാ ഹൈ റിലയബിലിറ്റി അപ്ലിക്കേഷൻസ് സച്ച് ആസ് കീബോർഡ്സ്. ഹോൾ ഇഫക്റ്റ് സെൻസേഴ്സ് ആർ യൂസ്ഡ് ടു ടൈം ദ സ്പീഡ് ഓഫ് വീൽസ് ആൻഡ് ഷാഫ്റ്റ്സ്. ഇതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി അടുത്തത് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഔട്ട്പുട്ട് തരുന്ന ഏതെങ്കിലും ഡിവൈസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും, ഡിജിറ്റൽ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടും, മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. ഡാറ്റ പ്രസൻറ്റേഷൻ വളരെ സിംപ്ലിഫൈഡ് ആണ്. ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് കുറേ ടൈപ്സ് ഉണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഷാഫ്റ്റ് എൻകോഡേഴ്സ് ആണ്. ഒരു എൻകോഡർ എന്ന് പറയുന്നത് ആൻ എൻകോഡർ ഈസ് എ ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ്സ് എ കോഡഡ് റീഡിങ് ഓഫ് എ മെഷർമെൻറ്റ്. ഒരു മെഷർമെൻറ്റിൻ്റെ കോഡഡ് റീഡിങ്, ഒരു കോഡഡ് റീഡിങ് തരുന്ന ഒരു ഡിവൈസ്. നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യുമ്പോൾ കോഡഡ് റീഡിങ് തരുന്ന ഒരു ഡിവൈസിനെയാണ് എൻകോഡർ എന്ന് പറയാം. ഷാഫ്റ്റ് എൻകോഡേഴ്സ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു എൻകോഡറാണത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്. മെഷർമെൻറ്റ്സ് ഓഫ് എന്തിനെ മെഷർ ചെയ്യുമ്പോൾ ആംഗുലർ പൊസിഷനും വെലോസിറ്റിനെയും മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എൻകോഡേഴ്സിനെയാണ് ഷാഫ്റ്റ് എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. ഷാഫ്റ്റ് എൻകോഡേഴ്സ് എന്താ പറയുക, 2 ടൈപ്പിലുണ്ട്. ഒന്ന് അബ്സല്യൂട്ടും ഒന്ന് ഇൻക്രിമെൻ്റൽ എൻകോഡേഴ്സും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.